ഹായ് ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം ആണ് അല്ലേ. അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ നമ്മുടെ എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ആൻഡ് നിങ്ങളുടെ പോലെ ഈ പറയുന്ന എക്സാം ഉള്ള എല്ലാവർക്കും, കാരണം 2 സെറ്റായിട്ടൊക്കെയാണ് എക്സാം അല്ലേ, അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഇത്തവണ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഡ്യൂ ടു സ്വെറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ ഈസ് റെഗുലേറ്റഡ്, ഡൈജഷൻ ഈസ് മെയ്ഡ് ഈസി, എക്സസ് വാട്ടർ ആൻഡ് സോൾട്ട്സ് ആർ എക്സ്പെൽഡ് ആൻഡ് പ്രിവെന്റ്സ് ഡീഹൈഡ്രേഷൻ അല്ലെ. വിയർപ്പ് കാരണം ശരീര താപനില നിയന്ത്രിക്കപ്പെടുന്നു, അതുപോലെ ദഹനം എളുപ്പമാക്കുന്നു, അധികമായിട്ടുള്ള ജലവും ലവണങ്ങളും പുറന്തള്ളപ്പെടുന്നു, നിർജ്ജലീകരണം തടയുന്നു. അപ്പൊ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എല്ലാവരും വിയർക്കാറുണ്ട് അല്ലെ. സ്വെറ്റിംഗ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുവഴി നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ് ആണ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണെന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കണം. അപ്പൊ സ്വെറ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, എക്സസ് വാട്ടർ ആൻഡ് സോൾട്ട്സ് ഇൻ ദ ബോഡി ആർ എലിമിനേറ്റഡ് ത്രൂ സ്വെറ്റ്സ് അല്ലെ. അതായത് നമ്മൾ വിയർക്കുന്ന സമയത്ത് അധികമുള്ള ജലവും ലവണങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിയർപ്പിലൂടെ പുറന്തള്ളപ്പെടുന്നുണ്ട്. ഒരു പോയിന്റ് ആണ്, മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം. ആൻഡ് ഓൾസോ ഈ സ്വെറ്റിംഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ അവർ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്, സാധാരണയായിട്ടൊരു താപനില ഉണ്ട് അല്ലെ, നമുക്കറിയാം. അത് ക്രമീകരിച്ചു കൊണ്ടുപോകുന്നതിൽ ഈ പറയുന്ന വിയർക്കൽ എന്ന് പറയുന്ന പ്രോസസ് അല്ലെ, സ്വെറ്റിംഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ 2 എണ്ണം ശരിയാണെന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏതൊക്കെയാണ്, ബോഡി ടെമ്പറേച്ചർ ഈസ് റെഗുലേറ്റഡ്, ശരീര താപനില നിയന്ത്രിക്കപ്പെടുന്നു, അതുപോലെ തന്നെ എന്താണ്, എക്സസ് വാട്ടർ ആൻഡ് സോൾട്ട്സ് ആർ എക്സ്പെൽഡ് അല്ലെ, അധിക ജലവും ലവണങ്ങളും പുറന്തള്ളപ്പെടുന്നു. ഈ 2 സ്റ്റേറ്റ്മെന്റ് ആണ് ഈ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത്. നമുക്കറിയാം ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ തരും, എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് 1 2 ശരി, 1 3 ശരി, 1 4 ശരി, 1 ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓപ്ഷൻസ് ഉണ്ടാവുക. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതാനായിട്ട്. അപ്പൊ ഇത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. മസ്റ്റ് ആയിട്ടും ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പ്രതീക്ഷിക്കണം. ഒരു പിക്ചർ ആണ് തന്നിരിക്കുന്നത്, അവിടെ വ്യത്യസ്ത അവയവങ്ങൾ ഉണ്ട്. ഐഡന്റിഫൈ ഈച്ച് ഓർഗൻ അല്ലെ, ഓരോ ഓർഗനും ഏതാണെന്ന് തിരിച്ചറിയുക. സീ ദ കമ്പോണൻസ് റീച്ചിങ് ദ ബ്ലഡ് ഫ്രം ഈച്ച് ഓർഗൻ, ഇഫ് ദർ എനി എറേഴ്സ് കറക്റ്റ് ദം അല്ലെ. ഓരോ അവയവത്തിൽ നിന്നും രക്തത്തിൽ എത്തുന്ന ഘടകങ്ങൾ കാണുക. അവിടെ ഏരോ മാർക്കിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തിരുത്തി എഴുതുകയും വേണം. അപ്പൊ നമുക്കറിയാം ഇവിടെ ഈ പിക്ചർ ഞാൻ സൂം ചെയ്ത് വെച്ച് തരാം നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ എ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലങ്സ് ആണ് അല്ലെ, ശ്വാസകോശമാണ്. ബി എന്ന് പറയുന്ന സമയത്ത് സെൽസ്, കോശങ്ങളാണ്. ഇവിടെ സി എന്ന് പറയുന്നത് എന്താണ്, ലിവർ ആണ്, കരളാണ്. ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെ, നമ്മുടെ ചെറുകുടലാണെന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഓരോന്നിനും രക്തത്തിലേക്ക് എത്തുന്ന ഘടകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ യൂറിയ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം യൂറിയ എന്ന് പറയുന്നത് എന്താണ്, റോങ് ആണ് അല്ലെ. അവിടെ നമ്മൾ എഴുതേണ്ട ഉത്തരം യൂറിയ ആണോ, ഒരിക്കലും അല്ല. അതെന്താണ്, ഓക്സിജൻ ആണ്. സോ ഞാൻ ഇവിടെ താഴെ എഴുതുന്നുണ്ട്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ വരേണ്ട ആൻസർ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ് അല്ലെ, ഓക്സിജൻ അല്ലെ, ഓക്സിജൻ ആയിരുന്നു നമ്മൾ ഇവിടെ എഴുതേണ്ടിയിരുന്നത്, അവർ തരേണ്ടിയിരുന്നത്. അപ്പൊ അത് തെറ്റാണ്. നമ്മൾ അത് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് എഴുതണം. ഇനി അടുത്തത് നിങ്ങൾ നോക്കിക്കേ, ലിവറിന്റെ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ന്യൂട്രിയൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും അല്ല അല്ലെ, ലിവറിൽ നിന്ന് രക്തത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, യൂറിയ ആണ്. അപ്പൊ മുകളിലുള്ള യൂറിയനെ നമ്മൾ താഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈൻ നിങ്ങൾ നോക്കിയേ, ഓക്സിജൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതും തെറ്റല്ലേ, ഓക്സിജൻ എന്നാണോ അവിടെ വേണ്ടത്, അല്ല, അവിടെ ആയിരുന്നു ആരെ വേണ്ടിയിരുന്നത്, ന്യൂട്രിയൻസ്. അപ്പൊ ഞാനിതാ ഇവിടെ ഇങ്ങനെ എഴുതുന്നുണ്ട്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരുന്നു, ന്യൂട്രിയൻസ് ആയിരുന്നു അല്ലെ. അപ്പൊ മലയാളം ആണെങ്കിലും നമുക്കറിയാം ഓക്സിജൻ, യൂറിയ തന്നെയാണ് ഇവിടെ പോഷകങ്ങൾ അല്ലെ. ആൻഡ് ഫൈനലി ഇവിടെ സെൽ അല്ലെങ്കിൽ കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്കറിയാം അത് എന്താണ്, കറക്റ്റ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് പിക്ചർ കൂടെ മിസ് ഇവിടെ സ്ലൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. ഇവിടെ ചിത്രമില്ല, പകരം ഡയറക്റ്റ് ആയിട്ട് ലങ്സ്, ഈ പറയുന്ന പോലെ ലങ്സിൽ നിന്ന് ഓക്സിജൻ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം സെൽസ് അല്ലെ, യൂറിയ ഫ്രം ലിവർ, ന്യൂട്രിയൻസ് ഫ്രം സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. കൃത്യമായിട്ട് നോട്ട് ചെയ്യണേ. കരളിൽ നിന്ന് യൂറിയ ആണ് രക്തത്തിലേക്ക്, കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ചെറുകുടലിൽ നിന്ന് എന്താണ്, പോഷക ഘടകങ്ങളാണ് രക്തത്തിലേക്ക് എത്തിച്ചേരുന്ന ഘടകങ്ങൾ. ഓക്കെ, കൃത്യമായിട്ട് ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ ഇതേ ഈ ഒരു ചിത്രം തന്നെയാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. പക്ഷേ ഇവിടെ എന്താണ് പകരം, എഴുതിയതിന് പകരം നിങ്ങൾക്ക് അവയവങ്ങളുടെ ചിത്രങ്ങളാണ് തന്നത്. അത് തിരിച്ചറിയാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന ചോദ്യത്തിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ
ഉണ്ടായിരുന്നു. ഹൗ ആർ ദ അൺവാണ്ടഡ് സബ്സ്റ്റൻസ് എക്സ്പെൽഡ് അല്ലെ, അനാവശ്യ പദാർത്ഥങ്ങൾ എങ്ങനെയാണ് പുറന്തള്ളപ്പെടുന്നത്. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്കറിയാം ഒരെണ്ണം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എലിമിനേറ്റഡ് ത്രൂ റെസ്പിറേഷൻ അല്ലെ, ശ്വസനത്തിലൂടെയാണ് അത് പുറന്തള്ളപ്പെടുന്നത്. ഇനി മറ്റൊന്ന് എക്സസ് ആയിട്ടുള്ള യൂറിയ ആണ്, പിന്നെ സോൾട്ട് ആൻഡ് വാട്ടർ അല്ലെ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്? ഇത് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, ബ്ലഡിലൂടെ എന്ത് ചെയ്യുന്നത്? ഇൻ ദ ബ്ലഡ് ഈസ് ഫിൽട്ടേർഡ് ആൻഡ് എക്സ്പെൽഡ് ഇൻ ദ ഫോം ഓഫ് യൂറിൻ അല്ലെ. രക്തത്തിൽ എത്തിയിരിക്കുന്ന യൂറിയ ആവട്ടെ, ജലം ആവട്ടെ, വാട്ടർ ആവട്ടെ അധികമായിട്ടുള്ളത്, ഇതിനെയൊക്കെ എന്താ ചെയ്യുന്നത്? അരിച്ചു മാറ്റിയിട്ട് യൂറിന്റെ രൂപത്തിൽ, മൂത്രരൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? പുറന്തള്ളപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മളിപ്പോ തന്നെ ഒരുപാട് എക്സ്ക്രീറ്ററി ഓർഗൻസ്, വിസർജന അവയവങ്ങളെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പേര് പറഞ്ഞിട്ടല്ല പറഞ്ഞതെങ്കിൽ പോലും അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ശരീരത്തിലുള്ള എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയുന്നതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് ബോക്സിൽ എന്റെ മക്കളെ കമന്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ മക്കൾ മറക്കണ്ട, 7ാം ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യോദ്ധാ ബാച്ച് ഓൾറെഡി റെഡി ആയിട്ട് നിൽക്കുവാണ്, നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എജു ഫസ്റ്റ് ഓഫർ ഒക്കെ വരുന്നുണ്ട്. ആ കാര്യമൊന്നും മറക്കരുത് നിങ്ങൾ. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്താണ് ഒരു ഗിവ് അവേയിലൂടെ സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് അല്ലെ ഒരു സ്മാർട്ട് വാച്ചിന് കൂടെ എന്തുണ്ട്? അവസരമുണ്ട്. സോ മാക്സിമം ഈ ഒരു അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ ഓർക്കണം, യോദ്ധാ ബാച്ചിൽ ബേസ് പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്ത് ലൈവ് ക്ലാസ്, അതുപോലെ തന്നെ അതിന്റെ നോട്ട്സ്, DPPs അതായത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ റിവിഷൻ വൈസ് ആയിട്ടുള്ള അല്ലെ, ഓരോ റിവിഷൻ ആയിട്ട് ടോപ്പിക് വൈസ് റിവിഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ബേസ് പ്ലാനിലാണെങ്കിൽ, ഇതോടൊപ്പം നമ്മുടെ എന്താണ് പേൾ വീഡിയോസ് ആയിക്കോട്ടെ, അപ്കമിങ് ബാച്ചസ് ആയിട്ടുള്ള എൻ ഗെയിം ബാച്ച് ഒക്കെ ഉണ്ട്, അതിനകത്തൊക്കെയുള്ള ആക്സസ് ആയിക്കോട്ടെ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് മാറണം. ഫാൽക്കൺ ബാച്ചിലും കൂടെ അഡ്മിഷൻ അല്ലെങ്കിൽ ഫാൽക്കൺ ബാച്ചിലും കൂടെ ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം ഫൗണ്ടേഷൻ ബാച്ചാണ്, കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലെ, നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ തുടങ്ങുവാണ്. അപ്പൊ അതിലും കൂടെ ആക്സസ് കിട്ടാനായിട്ട് നിങ്ങൾ ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് പ്ലാൻ വേണം എന്നുള്ളത് പാരന്റ്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മാർച്ച് 20ന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? യോദ്ധാ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം ഈ ഒരു വെക്കേഷൻ ടൈമിൽ തന്നെ നമ്മളെ ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ നമുക്ക് NMMS ഒക്കെ ഉള്ളതാണ്. സോ മാക്സിമം എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. സോ മിസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ കമന്റ് ബോക്സിൽ മക്കളെ കമന്റ് ചെയ്യാം. ബൈ.